ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, ഇപ്പം ഭയങ്കര ഒരു വിഷമമായി. കാരണം നീറ്റ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള എക്സാംസ് ഒക്കെ, എൻട്രൻസ് എക്സാംസ് ഒക്കെ ഇപ്പം നമ്മൾ ഈ അടുത്തുണ്ടായ സംഭവം അറിയാമല്ലോ. കാരണം പണം വാങ്ങിയിട്ട് ഇതിന് വേണ്ടിയിട്ട് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ എത്രയോ നിരപരാധികളായ കുട്ടികളുടെ എഫേർട്ടിനെ ബാധിച്ച് അവർ മാനസികമായിട്ട് ഭയങ്കര സംഘർഷത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാനും ഈ പറയുന്ന മാതിരി ഒരു നീറ്റ് എക്സാം എഴുതിയ ഒരു മകളുടെ അമ്മയാണ്. അപ്പം എനിക്കറിയാം, കാരണം കുട്ടികൾ എഴുതി എഫേർട്ട് എടുത്ത മക്കൾക്കൊക്കെ വീണ്ടും എഴുതേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം ഇതൊരു വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത്. കാരണം ഈ കുറച്ച് പേര് ചെയ്ത ഒരു തെറ്റ് കാരണം അപ്പം നീറ്റ് എക്സാം മാറ്റി വെച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് അതൊന്നുകൂടെ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് രക്ഷിതാക്കളുടേതാണെങ്കിലും ആ എഴുതിയ കുട്ടികളുടെ ആണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ നടന്നത്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1 year 2 years ഒക്കെ റിപ്പീറ്റ് ആയിട്ട് എക്സാം എഴുതുന്നവരൊക്കെ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് അത്രയും സമയം തന്നെ എടുത്തുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഹൈലി കോമ്പറ്റേറ്റീവായിട്ട് ഏറ്റെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടിലും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന രക്ഷിതാക്കളെ ഞാൻ ധാരാളം കാണാറുണ്ട്. അത്രയും കോമ്പറ്റീഷനാണ്. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ശരിക്കും എല്ലാ സെൻറ്റൻസും തറവാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. നമുക്ക് വളരെ ഈസി ആയി തോന്നുമെങ്കിൽ 4 ചോയ്സ് തന്നിട്ടുണ്ട്, അതിലൊന്നാണ് കറക്റ്റ് എങ്കിൽ പോലും ആ എല്ലാ ആൻസറും ചിലപ്പോൾ ഒരു പക്ഷേ കറക്റ്റായിരിക്കും. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ ആ ടൈമിൽ ഇത്രയും ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് തന്നെ തെറ്റാണെങ്കിൽ അതിന് -മാർക്ക്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം അതിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാ സെൻറ്റേഴ്സിലും കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ചെയ്യുന്നത്. എത്രയോ രക്ഷിതാക്കളും കുട്ടികളും അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ട് ആ ലാസ്റ്റ് മൊമെൻറ്റിലെ അതും എക്സാം സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പൊക്കെയാണ് എക്സാം ക്യാൻസലാക്കിയതൊക്കെ അറിയുന്നത്. അതിന് മുമ്പ് റിസൾട്ട് വരുന്നു. ചിലപ്പോൾ അതിന് മുമ്പത്തെ എക്സാമിനേഷനൊക്കെ റിസൾട്ട് വന്നു, അതിന് ഒരു വിഭാഗം ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ലീക്ക് ഔട്ട് ആവണം. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മാനസിക ആഘാതങ്ങൾ ഉണ്ടാക്കാം. എല്ലാവർക്കും ഉണ്ടായില്ലെങ്കിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക്, രക്ഷിതാക്കൾക്കാണെങ്കിലും കുട്ടികൾക്കാണ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. രാജ്യത്ത് അതിൻ്റെ നല്ല നിയമങ്ങൾ കൊണ്ടുവരികയും സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്ത് അങ്ങനെ നടക്കുകയും വേണം. ഇപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ആഘാതങ്ങൾ ഇപ്പോൾ സംഭവിക്കാനുള്ളതല്ല, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ഒരു എക്സാം നടത്തുകയാണ്. ആ എക്സാം നടത്തുമ്പോൾ ഇപ്പോൾ സ്കോർ കിട്ടിയില്ലെങ്കിലും കുറയുമ്പോൾ ഇപ്പോൾ സ്കോർ കിട്ടിയ കുട്ടിക്ക് വിഷമം ഉണ്ടാവും. റിയലി പഠിച്ചിട്ടുള്ള മാനിപ്പുലേഷനൊന്നും ഇല്ലാതെ വന്ന ഒരു കുട്ടിക്ക് സംബന്ധിച്ച് ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ടാവും. കാരണം ഇന്നിപ്പോൾ ഒരു 700 മാർക്സ് എനിക്ക് സ്കോർ ചെയ്ത ആൾക്ക് അടുത്ത പ്രാവശ്യം 650 ഉള്ളെങ്കിൽ എനിക്ക് 50 സ്കോർ കുറഞ്ഞു, അപ്പോൾ വിഷമം ഉണ്ടാവുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കൂടി വരും, 650 ഉള്ളവർക്ക് 700. അങ്ങനെ പല ആളുകളെയും തമ്മിലുള്ള പ്രശ്നങ്ങളാണിത്. പിന്നെ കുറേ ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാതെ പോകുന്നത്, കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ചത്, അങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ടാകും. അപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കാരണം വേറൊരു വലിയൊരു ക്രൗഡിനുണ്ടാകുന്ന മാനസിക ആഘാതം നമ്മൾ മനസ്സിലാക്കണം. അതൊരു രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ ചെറുത്ത് നിൽക്കണം, അതിനനുസരിച്ചുള്ള നിയമം വരണം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഇപ്പോൾ ഈ കൂട്ടത്തിൽ പറയുമ്പോൾ ആലോചിക്കുകയാണ്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫറൂഖ് കോളേജ് പറഞ്ഞ കോളേജിലായിരുന്നു ഞാനൊക്കെ പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീം NSS എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങിയ ഞങ്ങൾ 85-ലും ഞാനൊക്കെ 90s-ലാണ് 95 2000 വരെയുള്ള കുട്ടികളുടെ അലൂമിനി ഉണ്ട്, NSS വളണ്ടിയേഴ്സിൻ്റെ മാത്രം. അത് ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങളെ സാറുമാരും ഞങ്ങൾ അന്നത്തെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപകരും ഒക്കെ കൂടിയിട്ടൊരു അലൂമിനി ഉണ്ട്. അത് ഞങ്ങളൊരു NGO മാതിരി പ്രവർത്തിക്കുന്നുണ്ട്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷന്മാർ. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രൊജക്റ്റുകൾ ഇപ്പം ഞങ്ങളൊരു പ്രൊജക്റ്റ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കാൻ പറ്റുന്നതായതുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം, സ്കൂളിൽ ഈ സ്കോളർഷിപ്പ് കൊടുക്കും, UP സ്കൂൾ തലത്തിലും ഹൈസ്കൂളിലൊക്കെ. ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്തിന് ഇത്ര എമൗണ്ട് അലോട്ട് ചെയ്തിരിക്കുകയാണ്. മൊത്തം ഇന്ത്യയിൽ ഇത്ര ഒരു എമൗണ്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ആ എമൗണ്ട് കിട്ടിയ സ്കോളർഷിപ്പ് പണ്ടൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്, ഇപ്പം അങ്ങനെ കേൾക്കാറില്ല. ആ എമൗണ്ട് കൊടുത്തിട്ട് സ്കോളർഷിപ്പിൽ പാസ്സായ എത്ര കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻസിൽ നല്ല റീച്ചിലെത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനം. അതിന് ഡാറ്റ എടുക്കുകയാണ് ഞങ്ങളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എത്രയോ കുട്ടികൾ ഈ സ്കോളർഷിപ്പിന് കിട്ടിയവർ നമ്മൾ കണക്കാക്കുന്ന എന്താണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത്. പക്ഷേ അത് +2 ആയപ്പോൾ അവരുടെ കാര്യം എന്തായി? അവർ വിഡ്രോ ചെയ്തോ? അവന് പ്രോത്സാഹനം കിട്ടിയോ?
എന്നിട്ട് അത് എത്ര ആൾക്കാർ മെഡിസിന് കിട്ടി, എത്ര ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ് കിട്ടി, എത്ര ആൾക്കാർക്ക് നാഷണൽ മറ്റുള്ള ഹയർ ലെവലിലെത്തി, IAS IPS ഈ ലെവലിലെത്തി എന്നുള്ളതാണ്. അതിനെ പറ്റിയൊരു പഠനം, എത്ര ആൾക്കാർ വിഡ്രോ ചെയ്തു, എന്തെല്ലാം എൻകറേജ്മെൻറ്റ്സ് അവർ, അതിനെ പറ്റിയുള്ളൊരു പഠനം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ സർവേ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഞങ്ങൾ ഇന്നലെ ഡിസ്കഷനിൽ കൂട്ടത്തിൽ വന്നപ്പോൾ ഒരു വിഷയം അവിടെ ഉരുത്തിരിഞ്ഞത്, നല്ലൊരു ശതമാനം ആൾക്കാർ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ഒന്നും ഇപ്പോൾ മതിയാവുന്നില്ല നമ്മൾ പഠനത്തിലേക്കൊന്നും. അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല. പിന്നെ ഒരു ആവറേജ് ഫാമിലി ആണെങ്കിൽ പോലും ഒരു 10th കഴിഞ്ഞാൽ +1 +2 പഠിക്കുമ്പോൾ ഇപ്പോൾ വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണുന്ന കോച്ചിങ് സെൻറ്ററിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ അതിൻ്റെ ട്രെയിനിങ്ങും ഇതും വീണ്ടും ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചെറിയ അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന നമ്മളെ വീടിൻ്റെ പരിസരത്ത് തന്നെ ചിലപ്പോൾ ചില ഓർഗനൈസേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ ചെറിയ തോതിൽ നടത്തുന്നുണ്ടെങ്കിലും അവിടെ രക്ഷിതാക്കൾ വിടാൻ താല്പര്യപ്പെടുന്നില്ല. അതിലധികം താല്പര്യപ്പെടുന്നത് പൈസ കൂടുതലാണെങ്കിലും അത് സ്വരൂപിച്ചിട്ടോ ആരുടെയും കടം വാങ്ങിയിട്ടോ ഇത്തരം കോച്ചിങ് സെൻറ്ററിൽ വിടാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അവിടെയാണ് കോച്ചിങ് കുറച്ചുകൂടി പ്രോംപ്റ്റ് ആവുന്നത്. ബിക്കോസ് അവരതിന് ഇൻസ്ട്രുമെൻറ്റും ഡിവൈസസും ഒക്കെ കൊടുത്തിട്ട് അഡ്വാൻസ് ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി വീട്ടിലിരുന്ന ടാബിലൂടെയും മറ്റുമൊക്കെ കാണാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ചെറിയ എമൗണ്ട് ഒന്നും അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്കും അങ്ങനെ ഒരു സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ അതിനെന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത്തരം എക്സാംസൊക്കെ നമ്മൾ അതിൻ്റെതായ സീരിയസ് തരത്തിൽ തന്നെ എടുക്കണം. അതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കർശനമായ ശിക്ഷ കൊടുക്കുകയും ഇനി അത് വരാതിരിക്കാൻ നോക്കുകയും വേണം. കാരണം അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം നല്ല സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പോകുന്ന ആളുകൾക്ക് അവരുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകുന്നൊരവസ്ഥ നമ്മൾ പ്രതീക്ഷകൾ എന്നും തടസ്സമാണ്. പിന്നെ അതെ ആ എൻഡായി തീർക്കണം. അവർ തോന്നുന്നത് ഇനി എല്ലാം കഴിഞ്ഞു എന്നുള്ളത് അവസാനിക്കണം. കാരണം അത്രയും കച്ചകെട്ടി 2 കൊല്ലം മാറ്റി നിർത്തി 2 കൊല്ലം ഇതിനു വേണ്ടി റിപ്പീറ്റഡായിട്ടൊക്കെ എക്സാം ചെയ്ത് 2, 3, 4 കൊല്ലമൊക്കെ റിപ്പീറ്റഡായിട്ട് ഇതന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് രക്ഷിതാക്കളുടെ ആവലാതിയും വേദനയും അതിനുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വയം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായും ഞങ്ങൾ എഴുതി അറിയിക്കുക. ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് സാറ് നമ്മളോടൊപ്പം ഉണ്ടാവും. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.